ഗൈസ്, അപ്പോൾ ഇന്ന് ഞങ്ങളെല്ലാവരും മലയാറ്റൂരാണ് പോകുന്നത്. സത്യം പറയുകയാണെങ്കിൽ മലയാറ്റൂർ പോകുന്നതല്ല, പോയി വന്നതാണ്. ആക്ച്വലി ഇത് 2 ആഴ്ചയിലധികമായി കാണും ഞങ്ങൾ മല കയറി വന്നിട്ട്. ഈ വീഡിയോ ഓരോ കാരണങ്ങൾ കൊണ്ട് അങ്ങനെ ലാഗായി പോയതാണ്. ഒന്നാമത്തെ കാര്യം, എനിക്ക് മല കയറി വന്നതിൽ പിന്നെ വയ്യായിരുന്നു, ശബ്ദം മൊത്തത്തിൽ പോയി കിടക്കായിരുന്നു. പിന്നെ കുറച്ച് മടി, കുറച്ച് തിരക്ക് ഉള്ളത് കൊണ്ട് തന്നെ ഈ വീഡിയോ അങ്ങനെ നീണ്ടുപോയി. പിന്നെ ഇത് ഇന്ന് പോസ്റ്റ് ചെയ്തില്ലെങ്കിൽ പിന്നെ എന്നാണ് പോസ്റ്റ് ചെയ്യാന്ന് വെച്ചിട്ടാണ് ഈ കഷ്ടപ്പെട്ടിരുന്ന് എഡിറ്റ് ചെയ്യുന്നത് ഗൈസ്. അപ്പം ഞങ്ങളെല്ലാവരും കൂടി അവിടെ എത്തി. രാത്രി 8 പോലും ഞങ്ങൾക്ക് നല്ല രീതിക്ക് ബ്ലോക്ക് കിട്ടിയായിരുന്നു. എന്തിട്ട് സന്തോഷം അല്ലേ, ഏതാണ്ട് വണ്ടറിൽ എത്തിയൊരു പ്രതീകമായിരുന്നു എല്ലാവർക്കും. അപ്പം ഞാൻ ചോദിക്കുന്നുണ്ട്, ഞാൻ വരണോ, ഞാൻ അടിവാരത്തിരിക്കാം, നിങ്ങൾ വേണമെങ്കിൽ കയറിപ്പൊക്കോ എന്നൊക്കെ ഞാൻ പറയുന്നുണ്ട്. പക്ഷേ ഇവിടം വരെ വന്നിട്ട് മുത്തപ്പനെ കണ്ടില്ലെങ്കിൽ എന്ത് അല്ലേ. അങ്ങനെ ഞാൻ മല കയറി ഗൈസ്. മല കയറി പകുതി ആകുമ്പോഴേക്കും എനിക്ക് വയ്യാണ്ടാവും. അരമണിക്കൂർ റെസ്റ്റും 1 മിനിറ്റ് നടത്തുവാണ് ഞാൻ നടന്നിരുന്നത്. കാരണം നമ്മൾ ചത്തു പോവും ഗൈസ്, അത്രയ്ക്ക് നമ്മൾ വയ്യാണ്ടാവും. പിന്നെ 14 സ്ഥലം കാണുമ്പോൾ ഒരു ആശ്വാസമാണ്. പിന്നെ അവിടെ നിന്ന് മല കയറണ്ട, അതാണ്, അല്ലാണ്ട് വേറെ ഒന്നുമില്ല. ഇവരെന്താ ഡ്രസ് കോഡ്, ഇതാണ് എൻ്റെ പപ്പയമ്മയും. ഇവരുടെ ഡ്രസ് കോഡ് ഞാൻ ഇപ്പോഴാണ് ശ്രദ്ധിച്ചത്. അപ്പം നമ്മൾ മലമുകളിലെത്തി, മുത്തപ്പനെ കണ്ട് മനസ്സ് നിറച്ച് പ്രാർത്ഥിച്ച് ഈ ഒരു നേർച്ചയും വാങ്ങിച്ചു. ഈ ഒരു വ്യൂ സത്യം പറയുകയാണെങ്കിൽ ഒരു 5 മണി 6 മണിക്ക് വന്നാലാണ് ഈ ഒരു വ്യൂ നല്ല വ്യക്തമായിട്ട് കാണാൻ പറ്റുള്ളൂ. അടിപൊളി പ്ലേസാണ്. നൈറ്റ് വന്നതുകൊണ്ട് വലിയ പ്രയോജനമില്ല. ഒരു ഈവനിങ് ഒരു 6 മണി 5 മണി ആ ടൈമിൽ വരികയാണെങ്കിൽ അടിപൊളി സ്ഥലമാണ്. ഇപ്പോഴും നല്ല കൂളിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ അടിവാരത്ത് നിന്ന് വരണേക്കാളും നല്ല തണവായിരുന്നു മുകളിലെത്തിയപ്പോൾ. പിന്നെ ഇവിടെ അല്ലറ ചില്ലറ ഫുഡ് ഐറ്റംസൊക്കെ ഞങ്ങൾ കൈപ്പിടിച്ച് കൊടുത്തിട്ടുണ്ടായി. ഈ മലയുടെ പ്രത്യേകത എന്ന് പറയണത്, ഈ മല കയറുമ്പോൾ നമുക്ക് തോന്നും അടുത്ത കൊല്ലം ഈ വഴിക്കേ വരില്ല എന്ന് ഞാൻ വിചാരിക്കും. പക്ഷേ അടുത്ത കൊല്ലം ഈ ടൈം ആകുമ്പോൾ നമ്മൾ കറക്റ്റ് ചോദിക്കും എന്താ മലയാറ്റൂർ പോകുന്നില്ലേന്ന്. അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇത്രയും നേരം പൊന്മല കയറ്റാണെങ്കിൽ ഇനി അവിടെ നിന്ന് അങ്ങോട്ട് പൊന്മല ഇറക്കാണ് ഗൈസ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇറങ്ങാൻ എന്താ എത്ര പാടുന്ന്. പക്ഷേ ശരിക്കും പറയുകയാണെങ്കിൽ കയറിനേക്കാളും പാട് ഇറങ്ങാനാണ്. അപ്പോൾ അടിവാരത്ത് എത്തിയിട്ട് നല്ല ചുക്ക് കാപ്പിയാണ് ഞങ്ങൾ കുടിച്ചുകൊണ്ടിരിക്കുന്നത്. അടിപൊളി ചുക്ക് കാപ്പിയാണ്. ഇത് കുടിക്കുമ്പോൾ ഒരു പ്രത്യേക രസമാണ്. അപ്പോൾ ചുക്ക് കാപ്പി, ഉണ്ണിയപ്പം ഇതൊക്കെയാണ് ഞങ്ങൾ ഈ വർണ്ണിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇവിടുത്തെ മെയിൻ ഐറ്റമാണ് ഈ ഒരു അരിമുറുക്ക്. ഇതും അടിപൊളി സാധനമാണ് ഗൈസ്. ഇതും ഈ ചുക്ക് കാപ്പിയും കൂടി കുടിച്ചാൽ അടിപൊളിയാണ്. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.